ഒരു വളവ്, ആ വളവ് വർഷങ്ങളായിട്ട് ഒരു ഗ്രാമം ഭയക്കുവാണ്. അതിനെ രസകരമായിട്ട് ഹോണ്ടിങ് ആയിട്ടും എടുത്തിട്ടുണ്ട്, അതേ സാധനത്തിനെ കോമഡി ആയിട്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അവിയൽ പരിപാടിയാണ്. പേടിയുണ്ടോ ഇതിലൊക്കെ? അങ്ങനെയല്ല, എനിക്ക് ഇരുട്ട് പേടിയാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് മീനാക്ഷി എന്നാണ്. അഭിലാഷ് ചേട്ടൻ എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് അഭിലാഷ് ചേട്ടൻ ഇട്ട പേരാണ് മീനാക്ഷി. മോളുടെ പേര് ഞാൻ എന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ പോലെ കണ്ടിട്ടുള്ളൂ. ഒരു ചെറിയ ത്രൂ ഔട്ട് ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ ക്യാരക്ടറാണ്. എഡിറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് ഒരു രസമുള്ള ഇൻട്രോ വന്നിട്ടുണ്ട് എനിക്കും സിദ്ധാർത്ഥനും. വേറെ ഈ സിനിമയില് ഞങ്ങൾക്കൊന്നില്ലല്ലോ ഇൻട്രോ. ഗൂഗിളില് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ കുറച്ച് കലിപ്പുള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര കലിപ്പാ. ഓക്കെ, അപ്പൊ അതിന്റെ റിയൽ ലൈഫിലല്ല, ട്രോളിയിട്ട് അവസാനം സിനിമ ഇറങ്ങി കഴിയുമ്പം ചേട്ടന് കൈകിട്ടും നമ്മളൊക്കെ സൈഡ് ആവല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് സുമതിയുള്ളത്. കാരണം അത് തിയേറ്ററിൽ തന്നെ വലിയ സ്ക്രീനിൽ വലിയ കൂട്ടം ആളുകൾ ഒപ്പം ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട സിനിമയാണ്. കൈയടിക്കേണ്ടത് കൈയടിച്ച്, ചിരിക്കേണ്ടത് ചിരിച്ച്, ഇമോഷണൽ ആവേണ്ട ഒരു സിനിമയാണ്. സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് സുമതി വളവ് എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് റൈറ്റർ അഭിലാഷ് പിള്ള ആൻഡ് ആക്ടേഴ്സ് ഗോപിക ആൻഡ് ജൂഹി. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഇപ്പം അഭിലാഷ് ചേട്ടനോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ഞാൻ പല ഇന്റർവ്യൂസിലായിട്ട് കണ്ടു, അത്യാവശ്യം പേടിയൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്, പേടിയും വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ പേടിയുള്ള ആൾ എങ്ങനെയാണ് ഒരു ഹൊറർ ജോണറിലേക്ക് എത്തിയത്? എഴുതാനും കാണാനും ആഗ്രഹമുള്ള ഒരു ജോണറാണ് ആക്ച്വലി ഈ ഹൊറർ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് യക്ഷിപ്പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹൊറർ പടങ്ങൾ, യക്ഷിപ്പടമല്ല ഹൊറർ പടങ്ങൾ. ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണറാണ്. ഇതിന് മുന്നേ ചെയ്തേക്കുന്നതൊക്കെ ത്രില്ലറും അല്ലെങ്കിൽ അങ്ങനത്തെ ജോണേഴ്സ്. ഇതുവരെ ഒരു ഹൊറർ ജോണറുള്ള ഒരു സിനിമയില്ല. അപ്പോൾ ഒരു പ്യുവർ ഹൊറർ ജോണർ ചെയ്യാതെ അതൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് ഒരു ഫാമിലിക്കും കൂടെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കഥ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് സുമതിയോളം എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഈ പറയുന്നത് എനിക്ക് ഇരുട്ടത്തൊറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ ഭയമുള്ള ആൾ തന്നെയാണ് ഇന്നും. അപ്പോൾ എൻ്റെ ഭയം അല്ലെങ്കിൽ ഞാൻ ഭയപ്പെടുന്ന പോലെ ഒരുപാട് പേര് കാണും. അപ്പോൾ ഈ പറയുന്ന തിയേറ്ററിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയുള്ള അതൊരു രസമുള്ളൊരു സംഭവം തോന്നിയിട്ട് നമ്മുടെ ചെറുപ്പത്തിലെ ഒരുപാട് യക്ഷിപ്പടങ്ങളൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പരിപാടി ഇന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചെയ്തൊരു പടമാണ്. ഈ ടിപ്പിക്കൽ പ്രേത രൂപങ്ങളെയൊക്കെ മാറ്റി പൊളിച്ചെഴുതുന്ന ഒന്നായിരിക്കും സുമതി വളവ്. അങ്ങനെ ഈ നമ്മൾ പണ്ട് ടിപ്പിക്കലി കാണുന്ന വെള്ള സാരി എടുത്ത് വരുന്നു, അത് സിനിമാക്കാരുടെ ഭാവനയിലുള്ള ഇതാണ്. ഭയം എന്ന് പറഞ്ഞാൽ അതല്ല. ഭയം എന്ന് പറഞ്ഞാൽ സൈലൻസിനെ നമ്മൾ ഭയക്കണം പലപ്പോഴും. ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും, അവിടെ ഭയങ്കരമായിട്ട് ഭയം തോന്നും എന്ന് പറഞ്ഞത്. അപ്പം സുമതിയോളയിൽ അങ്ങനെ വെള്ള സാരി എടുത്ത് യക്ഷിനെ കാണിക്കുന്ന ഒരു പരിപാടിയല്ല. ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വേറെയാണ്. ഒരു വളവ്, ആ വളവ് വർഷങ്ങളായിട്ട് ഒരു ഗ്രാമം ഭയക്കുവാണ്. രാത്രി കാലങ്ങളിൽ അവിടെ യാത്ര ചെയ്യില്ല. കാരണം യാത്ര ചെയ്യുകയെന്ന് വെച്ചാൽ ആ വളവിലെത്തുമ്പോൾ പല എക്സ്പീരിയൻസ് അവർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അത് കാരണം എന്താവശ്യം ഉണ്ടെങ്കിലും ആ വളവ് അത് രാത്രി കടക്കില്ല. അപ്പോൾ ആ ഒരു വളവ് ലുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ അവിടുത്തെ നാട്ടിലെ കുറേ കഥാപാത്രങ്ങൾ കണക്റ്റഡ് ആവുന്നു, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന മറ്റൊരു സ്റ്റോറി, അതെങ്ങനെ ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് സുമതിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഭയം എന്ന് പറയുന്നത് ആ വളവാണ്. കാടിന് നടുക്കുള്ള ഇരുട്ടിൽ അതവിടെ കാര്യം പോകാത്തൊരു വളവ്. അപ്പോൾ ആ വളവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമയുടെ കഥ പറയുന്നത്. അപ്പോൾ ആ വളവിൻ്റെ ബാക്ക് സ്റ്റോറിയാണ് അവിടെ പണ്ട് സുമതി എന്ന് പറയുന്നൊരു പെൺകുട്ടി മരിച്ചു എന്നുള്ളതും അതിനുശേഷം അതുവഴി പോകുന്നവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഹോണ്ടഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. അതിനെ രസകരമായിട്ട് ഹോണ്ടിങ് ആയിട്ടും എടുത്തിട്ടുണ്ട്, അതേ സാധനത്തിനെ കോമഡി ആയിട്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അവിയൽ പരിപാടിയാണ്. റിയൽ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും പേടിപ്പിക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ പിന്നെ യക്ഷി പറയുന്നത് അങ്ങനത്തെ ഉള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടാ വളർന്നത്. ചെറുപ്പത്തിൽ എൻ്റെ വീടിനടുത്ത് ഞാൻ ആ കഥ അർജുനോടൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ കളിയാക്കുന്നു, കിട്ടുണ്ണിയോട്. അതായത് എൻ്റെ വീടിനടുത്ത് ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, കിട്ടുണ്ണി എന്ന് പറഞ്ഞൊരു പുള്ളി. അദ്ദേഹം സൂയിസൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ തീ കൊളുത്തിയാണ്. ഇപ്പം അന്ന് വന്ന് ആ തീ കൊളുത്തി കത്തി പുറത്ത് ചാടി വന്ന് കിടന്ന് മരിച്ച സ്ഥലം ഞങ്ങളെ റോഡിൻ്റെ ഒരു ടേണിങ് അത്. അപ്പോൾ പിന്നീട് ഞങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് രാത്രി തൊഴിൽ പോലെ കിട്ടുണ്ണി ഉണ്ടെന്ന് പറയും. അത് പിന്നീട് ഒരു ഭയമായി മാറി. ഒരു രാത്രി 10 മണിയൊക്കെ ഞാൻ വളയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ ഇങ്ങനെ കാറിലൊക്കെ വരുവാണെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കും. അപ്പോൾ അത് ഈ സുമതികൾ എഴുതുമ്പോഴും എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ കിടപ്പുണ്ട് ഈ സാധനം. അത് ഇതിൽ അർജുൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പിന്നെ കണ്ടോന്നോ
ഇങ്ങനെ മുഖാമുഖം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ കളിയാക്കി പറയുന്നതാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് കിട്ടുന്ന ആളെ കൂടെ പോയി, അവിടെ ഒന്നുമില്ല. പിന്നെ ഒരു ദിവസം രാത്രി പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടു സൈഡിൽ കിട്ടുകൊണ്ട് ചിക്കുന്നത്, നീ കണ്ടോ? പിന്നെ ഞങ്ങളിങ്ങനെ മുന്നിൽ കണ്ടതാന്നൊക്കെ പറയും. അപ്പൊ അത് എഴുത്തിലത് ഗുണം ചെയ്തിട്ടുണ്ട്, അത് എഴുതാനായിട്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ റിയൽ ലൈഫിൽ അതിന്റെ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തില്ല. ചില സ്ഥലങ്ങളിൽ പോയി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഹോട്ടൽസിലൊക്കെ പോയി കിടക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വൈബ് അടിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ റൂം ഞാൻ മാറ്റും. അത് അങ്ങനെയല്ല, വേറെ റൂമിലേക്ക് എനിക്ക് ഷിഫ്റ്റ് ചെയ്താലോന്ന് ചോദിക്കും. അത് ചില സ്ഥലങ്ങളിൽ പോയി കിടക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രോബ്ലം ആണ്. പറയാൻ പറ്റില്ല, അവിടെ വല്ല ആരെങ്കിലും മരിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ പല ഹോട്ടൽസിലും സേഫാണ്. കാരണം വെച്ചാൽ ഫാൻ ഇല്ലല്ലോ പല ഹോട്ടലിലും, AC ആണല്ലോ. അതുകൊണ്ട് ഇതിനുള്ള ചാൻസ് വളരെ കുറവാണ് സൂയിസൈഡ് ചെയ്യാനുള്ളത്. നീ മേടിക്കണ്ട. എന്റെ ഹോട്ടല് ഹോട്ടലാണെങ്കിൽ മുമ്പ് ഫാൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫാൻ അതല്ല, ഫാൻ മാത്രമാണോ സൂയിസൈഡ്? ജൂഹി മാത്രമാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്, ഞങ്ങളൊക്കെ വേറെ. അതെ, നമുക്കൊക്കെ വീട് പേടിയുണ്ടോ ഇതിലൊക്കെ? അങ്ങനെയല്ല, എനിക്ക് ഇരുട്ട് പേടിയാ. സെയിം പിച്ച് എനിക്കും. ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കിടന്നിറങ്ങുള്ളൂ. ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഗോപികയുടെ ക്യാരക്ടർ ആ നാട്ടിലെ, ആ ഒരു ഗ്രാമത്തിലെ കുറച്ച് ഫ്രണ്ട്സ്, ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി, അങ്ങനെയാണ്. അപ്പൊ കഥാപാത്രത്തെ പറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ക്യാരക്ടറിന്റെ പേര് മീനാക്ഷി എന്നാണ്. അഭിലാഷ് ചേട്ടൻ എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് അഭിലാഷ് ചേട്ടൻ ഇട്ട പേരാണ് മീനാക്ഷി. മോളുടെ പേര്. ഓ, അങ്ങനെ അതങ്ങനെ തന്നെ ഇട്ടാണോ? അതെ അതെ. പിന്നെ ഞാൻ ബാലുചേട്ടന്റെ പേരായിട്ടാ, പിന്നെ ഇവരുടെ ഫ്രണ്ടായിട്ടാ. ഒരു ലവബിൾ, ഒരു നല്ലൊരു ക്യാരക്ടറാ. പിന്നെ ക്യാരക്ടറിനെ പറ്റി പറയാം, പിന്നെ പറയാൻ നല്ല കുട്ടിയാണ്, നാട്ടിൻപുറത്തുള്ളൊരു ഭയങ്കര എല്ലാവരുടെ കമ്പനി ആയിട്ട് നടക്കുന്ന ഒരു ബബ്ലി ക്യാരക്ടറാണ്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതായിട്ട്. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ ഉള്ളതായിരുന്നു, ഞങ്ങളുടെ കമ്പനിയുള്ള 2 ഗ്യാങ് ആയിട്ടാണ്. അതായത് ഓപ്പോസിറ്റ് ശത്രുവശത്തുള്ളതാണ് ജൂഹി. പക്ഷെ ജൂഹിക്ക് ഞങ്ങൾ നല്ല ആളാ, പക്ഷെ ഞങ്ങൾ അടുപ്പിക്കൂല. അങ്ങനെ ഗോകുലിന്റെ വൈഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ട് സ്നേഹത്തോടെ കഴിഞ്ഞ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഇതിലുണ്ട്. ഒരു ബാക്ക് സ്റ്റോറി പോലെ പറഞ്ഞു പോകുന്നൊരു സംഭവമാണ്. അപ്പൊ അതിലെ ഒരു കുടുംബത്തിൽപ്പെട്ട മെയിൻ ആളാണ് ഗോകുൽ. ആ ഗോകുലിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ജൂഹി ചെയ്തിരിക്കുന്നത്. ഗോകുലിനെ നമുക്ക് ഈ ട്രെയിലറിൽ കാണുമ്പോൾ കുറച്ച് കലിപ്പുള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര കലിപ്പാ. ഓക്കെ, അപ്പൊ അതിന്റെ റിയൽ ലൈഫിലല്ല, സിനിമയില് ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഒരു വൈഫ് ക്യാരക്ടർ എങ്ങനെയായിരുന്നു കഥാപാത്രം കൂടുതലായിട്ട് ചോദിച്ചാൽ? എനിക്കും മെച്ചോർഡ്, മീൻസ് വൈഫായിട്ട് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ പേര് ശ്രീദേവി എന്നാ. ഇതേപോലെ 2 ഫാമിലിയിലെ ഒരു ഫാമിലിയിലുള്ള ആൾ. ആ സിനിമയില് ഗോകുല് ചിരിക്കുന്നത് ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ള് കലിപ്പാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവസാനം ക്ലൈമാക്സിലാണ് ഒന്ന് ചിരിക്കുന്ന മൊമെന്റ് ഉള്ളത്. ശരിയല്ലേ? സീരിയസ്. ഓക്കെ, ഇപ്പൊ അഭിലാഷേട്ടന്റെ പല ഇന്റർവ്യൂസിലായിട്ട് അഭിലാഷേട്ടന്റെ ക്യാരക്ടർ ചോദിച്ചില്ലല്ലോ. അയ്യോ ശരിയാ, ഞാൻ നേരത്തെ ഡയറക്ടറായിട്ട് കുറെ സംസാരിച്ചായിരുന്നു, വിഷ്ണു ചേട്ടനായിട്ട് കുറെ സംസാരിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആസ് എ റൈറ്റർ ആൻഡ് ആക്ടർ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു, ആസ് എ റൈറ്റർ ഇനി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാം അടിപൊളിയാണ്, ആസ് എ ആക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് പോണിച്ചേട്ടനൊക്കെ ഇരുന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്രോളൊക്കെ കിട്ടും. അതെ, കഴിഞ്ഞ ഇന്റർവ്യൂല് കുറെ ട്രോളൊന്നും, പക്ഷെ ട്രോളിയിട്ട് അവസാനം സിനിമ ഇറങ്ങി കഴിയുമ്പം ചേട്ടന് കൈ കിട്ടും, നമ്മളൊക്കെ സൈഡ് ആവല്ല. അങ്ങനെ ചെറിയ ക്യാരക്ടർ സ്ക്രീൻ സ്പേസ് ഉണ്ട്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ, പക്ഷെ സ്ക്രീൻ സ്പേസ് ഉണ്ട്. വളരെ ചെറിയ ഇറങ്ങുന്ന വരെ ഇങ്ങനെ ചെറുത് അപ്പൊ ഒരു ഹൈറ്റ് കിട്ടുമല്ലോ. അങ്ങനെയല്ല, ചെറിയ ക്യാരക്ടറിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇവരുടെ അർജുന, ബാലു, ഞാന്, സിദ്ധാർത്ഥ് ബർദൻ ചേട്ടൻ, അതുപോലെ ശിവ, റാഫി, ഞങ്ങൾ അതിൽ സിദ്ധാർത്ഥയുടെ ഞാനും ഇവരുടെ മൂത്ത ചേട്ടന്മാരെ പോലെ ഞങ്ങള് പറഞ്ഞ ഇവര് കേൾക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ എടാ വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാണ് അർജുനും ബാലും ഒക്കെ. അങ്ങനെ ഇവരുടെ കൂടെ ഉള്ള ഒരു ക്യാരക്ടർ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്ന, അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കഥാപാത്രം. അത് ഒരു രസകരമായി. ഞാൻ എന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ പോലെ കണ്ടിട്ടുള്ളൂ, അഭിനയിച്ചു. ചെറിയ ത്രൂ ഔട്ട് ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ. ഇത് വിഷ്ണു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്ണു, ഞാൻ എന്റെ സിദ്ധാർത്ഥയുടെ എന്റെ ഒരേ സമയം ഇൻട്രോ, ഞങ്ങൾ ഒരുമിച്ചുള്ള ഇൻട്രോ.
അപ്പൊ ആ ഇൻട്രോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എഡിറ്റ് ചെയ്യുമ്പോൾ വേറെ സാധനമായി കാണിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് ഒരു രസമുള്ള ഇൻട്രോ വന്നിട്ടുണ്ട് എനിക്കും സിദ്ധാർത്ഥനും. അത് ഇങ്ങനെ നോക്കുന്നത് ഞങ്ങൾക്കൊന്നില്ലല്ലോ ഇൻട്രോ. ഒരു സ്കൂട്ടറിൽ വന്ന് ഇറങ്ങുന്നു. അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. ഇതില് ഓരോരുത്തർക്ക് രസകരമായിട്ടുള്ള ഇൻട്രോസ് കൊടുക്കുന്നുണ്ട്. അല്ല ഞാൻ ചെയ്യട്ടെ, അത് ആഗ്രഹിച്ച് അങ്ങനെ എഴുതി കൊണ്ടുവന്നവരുണ്ട്. അല്ല ഷോർട്ട് ഞാൻ എഴുതി വെച്ചല്ലോ, അത് അവര് പ്ലാൻ ചെയ്തതാണ്. സിനിമയിൽ അഭിനയിക്കാന്നുള്ള ആഗ്രഹം പണ്ടേ ഉണ്ട്. ഞാൻ പണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോയി കുഞ്ഞിലെ ഒരു 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് കണ്ണാടിന് മുന്നേ ഞാൻ ആ സിനിമയിലെ ഹീറോ ആയിട്ട് ചെയ്തു നോക്കും. പക്ഷേ എനിക്ക് ദേഷ്യം വരും, ഈ അവരത്ര നന്നായി ചെയ്തിട്ട് നമ്മൾ എന്ത് ബോറായി. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹം തോന്നിയാണ് ആദ്യം സിനിമ ഒന്ന് ട്രൈ ചെയ്തത്. പിന്നെയാണ് എഴുത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ ജോലി രാജിവെക്കുന്നത്, എഴുത്തിലേക്ക് വരുന്നതൊക്കെ. ഇന്ന് എഴുത്തിന്റെ കൂടെ ഒരു അവസരം കിട്ടിയപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമെന്നുള്ള, അല്ലാതെ നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് ആർട്ടിസ്റ്റായി മാറാനുള്ള പ്ലാനൊന്നും ഇല്ല. ഇപ്പം ഓരോ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അപ്പം സ്വന്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ മാറ്റി വെക്കാറുണ്ടോ? തമിഴിനൊക്കെ എന്തോ ചാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത തമിഴ് പടം ചെയ്യുന്നുണ്ട് ഞാൻ. അല്ല എഴുതാനല്ല, എഴുതാനല്ല അഭിനയിക്കാൻ തമിഴിന് ചാൻസ്. ഇപ്പൊ ഒരു നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഫൈനലാവട്ടെ, ഒന്നും ആയിട്ടില്ല, ഫൈനലാവട്ടെ എന്നിട്ടേ പറയുള്ളൂ. ഞാൻ തമിഴ് എഴുതുന്നുണ്ട്, പടം അടുത്ത പ്രോജക്ട് എഴുതുന്നുണ്ട്. വിശാൽ സാറിന് വെച്ചൊരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പൊ അതുണ്ട്, അതിലല്ല അഭിനയിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മള് കൊതുവളത്തിൽ നമ്മുടെ ഡോറ് തുറന്നിട്ട് കുറച്ച് കൊച്ചിയല്ലേ, കൊച്ചിയല്ലേ ഇവിടെ ചോരടിക്കുന്ന 2 പേരാണല്ലോ, ഒന്ന് യക്ഷി, അവിടെയും പ്രൊമോഷൻ. അതെ, സുമതി. ഇപ്പൊ ഈ സുമതിയുടെ തന്നെ സുമതി വളവ് ഷൂട്ടിങ് ഞാൻ നേരത്തെ ചോദിച്ചതായിരുന്നു, ഡയറക്ടറോട് ചോദിച്ചാലും. സുമതി വളവ് റൈറ്റർ എന്ന രീതിയിൽ എഴുതുന്ന ടൈമിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വല്ല ഫീൽ? അങ്ങനെയില്ല, എനിക്ക് സുമതി വളവ് എഴുതുമ്പോ അങ്ങനെ ഫീൽ കിട്ടുന്നില്ല. പക്ഷെ എന്റെ കഴിഞ്ഞ പടം ആനന്ദ് ശ്രീമാരെ എഴുതുമ്പോ അത് അറിയാലോ, ഒരു ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറിയാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു റിയൽ ഇൻസിഡന്റ്. ആ കഥ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ എന്റെ മൈൻഡിന്റെ ആവാം, എനിക്ക് ആ കുട്ടികളുടെ പ്രസൻസ് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എഴുതുമ്പോഴും ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് എന്റെ മനസ്സിലത് ഉള്ളതുകൊണ്ടാവാം. പിന്നീട് സിനിമ ഇറങ്ങിയതിന് ശേഷം ആ പേരൻസ് എന്നെ ഒന്ന് കണ്ടിരുന്നു, ആ കുട്ടിയുടെ. അവരൊന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മോളെ ഒരിക്കൽ കൂടെ കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു, ആ സിനിമ കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് സുമതി തുടങ്ങിയപ്പോഴാണ്. പക്ഷെ സുമതിയിൽ നിന്ന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം സുമതി വളവിലെ യഥാർത്ഥ കഥയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. മറ്റേത് കുറെയൊക്കെ റിയൽ ആയിട്ട് ഞങ്ങൾ ചെയ്തത്. സുമതി വളവിലെ റിയൽ സ്റ്റോറി അല്ല ചെയ്യുന്നത്. അതുകൊണ്ടായിട്ട് സുമതി പിണങ്ങി ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഈ സുമതി വളവ് എന്ന് പറയുന്നത് തന്നെ ഈ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്, വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒന്നാണ്, അറിയുന്നതാണ്. പലരും അതിലേക്കൂടെ പോയിട്ടുണ്ട്, അവിടെ എന്താണെന്നുള്ള എക്സ്പീരിയൻസ്. അപ്പൊ ഈ മോസ്റ്റ്ലി ട്രിവാൻഡ്രംകാർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടെ ആയിരിക്കണം സിനിമ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല, ഞങ്ങൾ അതുകൊണ്ട് എല്ലായിടത്തും പറയുന്നത്, ഇത് ആ തിരുവനന്തപുരത്ത് നടന്ന റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കഥയായിട്ടോ അല്ല സിനിമ ബേസ്. ഞങ്ങൾ ഇതൊരു ഫാന്റസി വേൾഡാണ്. ഞങ്ങളൊരു കഥ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്ഥലം പ്ലേസ് ചെയ്തു, സുമതി വളവ്. അതൊരിക്കലും ഒറിജിനൽ മയിലുമോടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് ഒരു ബന്ധവുമില്ല, പേര് മാത്രമേ ഉള്ളൂ. ആകെ അതിനകത്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ അവിടെയുള്ള ഒരുപാട് പേര് പറഞ്ഞ കഥകളുണ്ടല്ലോ, അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടി. അതിന്റെ 1-2 പരിപാടികൾ ഞങ്ങള് സിനിമയിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചാൽ യഥാർത്ഥ സുമതിക്ക് സംഭവിച്ച കഥയുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. കാരണം ആ യഥാർത്ഥ കഥയിലെ ആ സംഭവിച്ചപ്പോൾ അതിന് കാരണക്കാരായ ജയിലിൽ നിന്ന് പിന്നീട് മോചിതരായി അവരുടെ ഫാമിലി ഒക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അവരെ യഥാർത്ഥ കഥയുടെ റിസർച്ച് അപ്പൊ ഇതിനു വേണ്ടി നടത്തിയിരുന്നു. അല്ല, യഥാർത്ഥ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ അധികം വർഷം 53-54 നടന്ന സംഭവമല്ലേ. അത് ആ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രത്നാകരൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്ത്. കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയത്. എനിക്ക് എന്റെ അറിവ് കറക്റ്റാണ്, അദ്ദേഹം മരിച്ചുപോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ മരിച്ചു കാണുമല്ലോ, 53 നടന്ന സംഭവം ഇത്രയും. അപ്പൊ ആ കഥയുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. അപ്പൊ അത് ഞങ്ങൾ ചെയ്യാത്തതിന് കാരണം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരിക്കല്ലോ, അദ്ദേഹത്തിന്റെ പിന്നെയുള്ള തലമുറ. അപ്പൊ അതിന് ഞങ്ങൾക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല, പുതിയതൊരു കഥ പറയാനില്ല. ഇത് അങ്ങനെയല്ല, ഇത് പ്യുവർലി മറ്റൊരു സാധനമാണ്, മറ്റൊരു ഫിക്ഷനാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും അവരുടെ സുമതി വളവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പേര് ഭയങ്കര ഫെമിലിയർ ആക്കും. ഇതോടെ ആള് ചോദിക്കാൻ തുടങ്ങി എവിടെയാണ് റിയൽ സുമതി വളവെന്ന് ചോദിച്ചിട്ട് അവിടെ പോകും. നമ്മൾ ഷൂട്ട് ചെയ്തത് പാലക്കാട് ഒരു ഫോറസ്റ്റിനുള്ളിൽ എസ് വളവ് കണ്ടെത്തുമായിരുന്നു സുമതി വളവ്. അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്.
ട്രിവാൻഡ്രം അല്ല മെയിൻ. അല്ല, സിനിമ ഷൂട്ട് ചെയ്തത് പാലക്കാട്. അല്ല, കഥ നടക്കുന്നത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് കുളത്തൂപ്പുഴ വനമേഖല, അല്ല അതിനോട് കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു കഥയായിട്ട്. അപ്പൊ ഒരു ഗ്രാമത്തിന് ഒരു പേര് കൊടുത്ത് അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. അത് എവിടെയാണെന്ന് പറയുന്നില്ല സിനിമയിൽ, കേരളത്തിൽ എവിടെയാണെന്ന് പറയുന്നില്ല. ഒരിക്കലും തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിച്ചിട്ടില്ല, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. മറ്റൊന്നുകൊണ്ടല്ല, അത് അതിന് ലിമിറ്റേഷൻ ഉണ്ട് ചെയ്യാനായിട്ട് ആ കഥയ്ക്ക്. ഇതാ നമുക്ക് ലിമിറ്റേഷൻ ഇല്ല, എന്തും നമുക്ക് എഴുതി പിടിപ്പിക്കായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ. അതെ, അങ്ങനെ ഇത്ര എത്തി നിൽക്കുന്നു. അതല്ല ഇപ്പൊ August 1 റിലീസ് ആവുകയും കൂടെ ആണ്. അപ്പം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്രത്തോളാണ്? ഞങ്ങള് ഇപ്പം അഭിലാഷേട്ടൻ ഇങ്ങനെ ഇന്റർവ്യൂസിൽ ഇങ്ങനെ ഓരോ ഞങ്ങൾക്ക് എപ്പോഴൊന്നും ഷൂട്ട് ഫുൾ മൊത്തം ഓൾമോസ്റ്റ് 90 ഡേയ്സ് ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പൊ നമുക്കൊരു 25. അപ്പൊ ഈ സുമതി വളവിലൊക്കെ അവിടെയൊക്കെ ഷൂട്ട് ചെയ്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ശിവത ചേച്ചിന്റെ പെർഫോമൻസ് ഒക്കെ പറയുന്നുണ്ട്, അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ശിവതയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ ചലഞ്ച് കൂടെ ഉണ്ട് ഈ പടം ഷൂട്ട് ചെയ്തപ്പോൾ. കാരണം ശിവതയ്ക്കകത്ത് പ്രഗ്നന്റ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇവർക്കൊക്കെ ആ ഗ്രാമത്തിനുള്ളിലുള്ള പെർഫോമൻസാണ്. ശിവതയ്ക്ക് വളവിൽ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ, വളവിൽ ഒരു എക്സ്പീരിയൻസ്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ മറയൂർ ഒരു സ്ഥലത്ത് ഒരു വാട്ടർഫോൾസ് ഷൂട്ട് ചെയ്യണം, ഭയങ്കര ഹൈറ്റിലാണ് ഇത്. അപ്പോൾ അവിടെ നോർമലി വണ്ടികളൊന്നും പോവില്ല, ഞങ്ങൾ തന്നെ ഒരു വഴി റെഡിയാക്കി ഞങ്ങളവിടെ ചെല്ലുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നൈറ്റ് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം, ഒരിക്കലും ഇത് ഡേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ചെന്നൈയിൽ നിന്ന് ഫൈറ്റ് മാസ്റ്ററിൻ്റെ ആളുകൾ വരുന്നു, ഇവർ വന്ന് ഇത് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ശിവതയ്ക്ക് രൂപപ്പെടാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് തന്നെ ഒരു ലേഡി വന്നു. പക്ഷെ അവരോട് വന്ന് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ അവർ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയും റിസ്ക് ആണത് ചെയ്യാന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർ കൂടെയുള്ള ഫൈറ്റേഴ്സ് പോലും ചിലപ്പോൾ അത് ഇത് ചെയ്യാമോ എന്ന് തോന്നൽ ഇരുമ്പോൾ ശിവത പറഞ്ഞില്ല ഞാൻ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവത ആ റിസ്ക് എടുത്തിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം ആ റിസ്ക് എടുക്കാനായിട്ടൊരു ഹീറോയിൻ തയ്യാറായത്. അതും ഷോട്ട് എല്ലാം ഓക്കെ ആയി, ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ എല്ലാവരും മാറണം. പിന്നെ ആ മൊമെന്റിൽ അവിടെ ശിവത മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ അല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. അപ്പോൾ ശിവത അവിടെ നിന്ന് സീക്വൻസ് ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങളതായത് എല്ലാവരും കൈയടിച്ചു പോയി കംപ്ലീറ്റ്. അപ്പോൾ അതിനൊരു എഫേർട്ട്, ഇതിൻ്റെ ഒരു ഇന്റർവ്യൂ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. എല്ലാം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് സുമതിയുള്ളത്. കാരണം അത് തിയേറ്ററിൽ തന്നെ വലിയ സ്ക്രീനിൽ ഒരു വലിയ കൂട്ടം ആളുകളൊപ്പം ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട സിനിമയാണ്. കൈയടിക്കേണ്ടത് കൈയടിച്ച്, ചിരിക്കേണ്ടത് ചിരിച്ച്, ഇമോഷണൽ ആവേണ്ട ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും. അപ്പം വെയിറ്റ് ഇനിയും അധികം ദിവസം ഇല്ല, 2 ദിവസം കൂടെ ഉള്ളൂ. August 1 ഇപ്പോൾ ഫ്രൈഡേ സിനിമ തിയേറ്ററിലെത്താണ്. അപ്പോൾ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഫസ്റ്റ് ഡേ ഞാനുണ്ടാവും തിയേറ്ററിൽ. ഞാനല്ല ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡിൽ പോയി പടം കാണും. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. അത് മാളിപ്പുറം കണ്ടപ്പോൾ മാളിപ്പുറത്തിൻ്റെ പ്രൊമോഷൻ ഞങ്ങൾ അത് തന്നെ പറഞ്ഞത്. മാളിപ്പുറത്തിൻ്റെ ഒക്കെ സമയത്ത് ഒരുപാട് വേർഷൻ കേൾക്കായിരുന്നു മാളിപ്പുറത്തിൻ്റെ. ഞങ്ങൾ ഞെട്ടിപ്പോയി, സിനിമയുടെ കഥ ഇതാണ്. അതേപോലെ സുമതിയുള്ളതിൻ്റെ കുറേ വേർഷൻസ് ഞാൻ കേട്ടു. ഇന്ന് ഞാൻ ഉണ്ണി വ്ലോഗ് ഒരു ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞു. അപ്പോൾ അതൊരു പുതിയ കഥയാണ്. ഉണ്ണി പറഞ്ഞ കഥ നമ്മളായിട്ടൊരു ബന്ധമില്ല, പക്ഷെ വേറൊരു കഥ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പൊ അതൊന്നുമല്ല എന്താണ് ഇതുവരെ ആരും അത് എന്താണെന്ന് പറഞ്ഞ് നമ്മള് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കഥ ഞങ്ങൾ അധികം അങ്ങനെ ആരോടും ഞങ്ങള് സംസാരിച്ചിട്ടില്ല. ആർട്ടിസ്റ്റോട് കഥ പറയുമ്പോഴും ഞങ്ങൾ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കൊടുത്തിട്ട് ഇല്ല നിങ്ങളുടെ ക്യാരക്ടർ ഇതാണെന്ന് പറയത്തേ ഉള്ളൂ. അപ്പൊ അവർക്ക് എന്താണ് കൃത്യമായി ഇന്ന സീൻ കഴിഞ്ഞാൽ ഇന്ന സീൻ അങ്ങനെ അറിയില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ മെയിൻ ആർട്ടിസ്റ്റുകളോട് ഞാൻ പറയുമ്പോൾ കഥ പറയും, നിങ്ങളുടെ കഥാപാത്രം ഇതാണ് എന്ന് പറയത്തുള്ളൂ. ബാക്കി ക്യാരക്ടർ റോൾസ് ചെയ്യുന്നവരോട് മെയിൻ ആർട്ടിസ്റ്റുകളോട് ചിലപ്പോൾ നമ്മൾ പറയുന്നത്. ഇപ്പം ഇവരോടൊക്കെ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ ഇതാണ് കഥ, നിങ്ങളുടെ കഥാപാത്രം ഇതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് ഇപ്പം അറിയേണ്ട തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഓക്കെ എന്നൊക്കെ പിന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ദിവസം എനിക്ക് തോന്നുന്നു ജൂഹിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് ക്ലൈമാക്സ് ഒരു ഗസ്റ്റ് അപ്പറൻസ് ഉണ്ട്, ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഏത് കഥാപാത്രം ഇവിടുന്ന് വരുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ അല്ല അതുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ കണ്ടത്. ഇത് ആരായിട്ട് വരുന്നു ചോദിച്ചു. ഞങ്ങളുടെ ഫാമിലിയിലാണ് വരുന്നത്. അപ്പൊ ഇവരെതുവരെ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ ഗോപിയുടെ ഫസ്റ്റ് ഒരു മരണ വീട് സീൻ ഷൂട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ ഭയങ്കര ഇമോഷണലി നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഗോപിയുടെ അടുത്തൊന്ന് ചോദിച്ചു ചേട്ടാ ആരാ മരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ നാട്ടിലുള്ള. അപ്പം ഞാനെന്ത് ചെയ്തിട്ട് ഞങ്ങൾ വിഷമിച്ചോളാൻ പറഞ്ഞു. എന്നെ ആക്ഷൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇമോഷണലി അർജുന് ബാലു ഞങ്ങളെല്ലാവരും നിൽക്കുക. ആ നാട് മുഴുവനുണ്ട്.
പക്ഷെ മരിച്ചാണ് റിലേറ്റീവ്സിന് വിഷമമില്ല. അത് ഗോപിക്ക് അവിടെ കിടന്ന് എന്ത് വിഷമിച്ചങ്ങ് അവസാനം അത് ചോദിച്ചു, നീ ഇത്ര കരയാൻ ആരെയും മരിച്ചത് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ നാട്ടിൽ പറയണ്ടേ, എനിക്ക് പറഞ്ഞിരണ്ടേ ആരോ മരിച്ചെന്നൊരു അതായത് ഫസ്റ്റ് ടൈം കൂടെ ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞു എല്ലാവരും കാല് പോയി തൊട്ടുപോയിട്ട് വന്നിട്ട് ഷോട്ട് എടുക്കണം, അങ്ങനെയാണ് സിനിമയിൽ പറഞ്ഞു. പുള്ളിക്കാർ പോയിട്ട് പ്രായത്തിന് കുറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒരു കാല് തൊട്ടുപോയിട്ട് എല്ലാവരും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വന്ന് നിന്നപ്പോ ഞാൻ പറഞ്ഞു, ഭയങ്കര ഇമോഷണൽ സീനാ, നീ അങ്ങ് കൈവിട്ട് കരഞ്ഞോണെന്ന് പറഞ്ഞു. ആ ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ സീരിയലിൽ ഒന്നും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കരച്ചിൽ പിന്നെ അവർ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഫസ്റ്റ് ടൈം ഞങ്ങള് ഫസ്റ്റ് ഷോട്ട് അതിലേക്ക് എടുത്തു അല്ലേ. എന്തൊക്കെയല്ലേ പറയുന്നത്. പാവം ഞാൻ. അതെ പാവം ഞാൻ. സാരല്ല, സിനിമ ഇറങ്ങുമ്പം എല്ലാത്തിനുള്ള റിസൾട്ട്. അല്ല, രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും സീരിയസ്ലി നല്ല അവസരങ്ങൾ കിട്ടിയാൽ മലയാളത്തിൽ ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ആർട്ടിസ്റ്റാണ്. ഉറപ്പായിട്ടും സുമതി വളവ് ചിലപ്പോൾ അതിൽ നല്ലൊരു പങ്ക് വഹിക്കാം. ഓൾറെഡി വിജയ് സേതുപതി പടം ഞാൻ ചോദിക്കാൻ വരായിരുന്നു. വിജയ് സേതുപതിയുടെ കൂടെ അഭിനയിച്ച ഒരാളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. സിനിമ ഇപ്പൊ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആള് ഭയങ്കര സപ്പോർട്ടീവാ. അങ്ങനെ അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് അങ്ങനെ ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടില്ല. അത്രയും നല്ലോണം അധികം കുറെ സംസാരിക്കും നമ്മളോട്, ഏതൊക്കെയാ പ്രോജക്റ്റ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അങ്ങനെ ഫുള്ള് സെറ്റിൽ മൊത്തം എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. തമിഴ് എനിക്ക് അത്ര അറിയില്ല, പക്ഷെ എന്നാലും ഇപ്പൊ ടേക്ക് പോവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നുണ്ടായിരുന്നല്ലേ. അപ്പൊ എന്തായാലും ഇതെല്ലാം നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയും സിനിമയിൽ മലയാളത്തിലും തമിഴിലും എല്ലാ ലാംഗ്വേജിലും സജീവമായി തന്നെ കാണട്ടെ. തമിഴിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ മലയാളത്തിലേക്ക് വന്നു, ഇനി തെലുങ്കിൽ പോട്ടെ, ഹിന്ദിയിൽ പോട്ടെ, ഇനി അടുത്ത തമിഴാണ്. തമിഴില് റൈറ്റിങ്, ആക്ടിങ് എല്ലാം ഇങ്ങനെ ക്യൂലാണല്ലോ. അതെ, എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഭാവിയിൽ ഞങ്ങളും അവസരങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അവസരങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ആളാണ്. അടുത്ത സിനിമ ആങ്കർമാർക്ക് വേണ്ടി മാത്രമേ പടം ചെയ്യേണ്ടി. ഞാൻ ഏത് ഷോയ്ക്ക് എന്നാലും അവിടുത്തെ ആങ്കറോട് ലാസ്റ്റ് ചേട്ടാ അടുത്ത പടത്തില് എനിക്ക് മനസ്സിലായി, അഭിനയം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ആങ്കർമാരും. പക്ഷെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം നിങ്ങൾ എത്ര പേരെ ഹാൻഡിൽ ചെയ്യുന്നത് അത്ര ഈസി അല്ല. അത് പുറമെ നോക്കുമ്പോ ഈസി ആയിരിക്കും, പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ മനസ്സിലാകും അത്ര ഈസി അല്ല. ആങ്കറിങ് ഈസി എന്നല്ലേ പറഞ്ഞേ? അല്ല, ആങ്കറിംഗിലൂടെ പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. ആങ്കറിംഗ് ചെയ്തിട്ട് ആങ്കറിംഗും ഈസിയുള്ള പണിയല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കൈവിട്ട് പോയ ഷോ കംപ്ലീറ്റ് കഴിഞ്ഞു പോകുന്നത്. അത് ഓരോരുത്തരുടെ മൂഡും അനുസരിച്ചിട്ട് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മള് ചില പ്രൊമോഷന് ചില കോളേജുകളിൽ ചെല്ലുമ്പോൾ, ഞാൻ ഈ കോളേജിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ അവിടുത്തെ കുട്ടികളെ പഠിക്കും, കാരണം ഇവരുടെ വൈബ് എന്താന്നുള്ളത്. ചില കോളേജിൽ ചെന്നിട്ട് നമ്മളിന് എന്തൊക്കെ കൗണ്ടർ പറഞ്ഞാലും അനങ്ങത്തില്ല. അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ട് പിടിച്ചു വാങ്ങിച്ച് കൈയടി വാങ്ങിക്കണം. അപ്പൊ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു കോളേജിൽ പോയി, അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മള് അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും ഭയങ്കര ഫണ്ട് പറഞ്ഞു, പിള്ളേരൊന്നും ചാർജില്ല. കുറച്ച് എനിക്ക് മനസ്സിലായി, ആ കോളേജിൽ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അവിടുത്തെ പള്ളിയിലച്ഛനാണ്, ഫാദർ, പ്രിൻസിപ്പൽ ഫാദർ. ഞാൻ നൈസിന് അച്ഛനെ കൗണ്ടറിലേക്ക് ഞാൻ കയറ്റി. അച്ഛൻ നൈസിനത് എൻജോയ് പറയുമ്പോഴത്തേക്ക് പിള്ളേർ ഹാപ്പിയായി എന്ന് പറയുന്നതാണ് ആങ്കറിങ്. നിങ്ങൾ ഇരിക്കുന്ന ആളെ സ്റ്റേജിലായിരുന്നു പിള്ളേര് പാട്ട് വെച്ച് ഡാൻസ്. അപ്പൊ അത് എനിവേ നിങ്ങളുടെ ജോലിയും അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. അല്ല, ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുന്ന ഒരു റൈറ്ററാണ്. അതുപോലെ ഈ സിനിമയിലുള്ള ആൾക്കാരെ അടുത്ത സിനിമയിലേക്കും, ഇതിലിപ്പോ 41 പേരുണ്ട്, അത് അത്രയും പേര്. എന്റെ പ്രശ്നം ഓരോ പടം കഴിയുന്നതോറും ഇവരൊക്കെ എന്റെ വീട്ടിൽ വരുന്നവരാ. അത് എന്നെക്കാട്ടിൽ ഇവരൊക്കെ കമ്പനി എന്റെ അമ്മയായിട്ടൊക്കെയാണ്. അപ്പൊ അമ്മ ഗോപികേന സിനിമയിലൊക്കെ സാക്ഷിയത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഗോപികയുടെ സീരിയലിന്റെ ഭയങ്കര ഫാനാണ്. ഇതിനു മുന്നേ അമ്മ. അപ്പൊ ഈ അമ്മ ഇപ്പൊ ഞാൻ കഴിവതും ഇങ്ങനെ സീരിയലൊക്കെ ഇങ്ങനെ കാണിക്കാൻ പിടിച്ചു വെച്ചേക്കുക. എല്ലാം അമ്മ അവസരം കൊടുക്കും. അപ്പൊ ഞാൻ പറയും കുറച്ച് സീരിയലാണ്, എല്ലാം ഒന്നും കാണാൻ. കാരണം ഇപ്പൊ സീരിയൽസ് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് പേര്. അപ്പൊ അവർക്കൊക്കെ സിനിമയിലേക്ക് അവസരം ഇനി കിട്ടും. ഉറപ്പായിട്ടും ഞങ്ങളെ പോലുള്ള ആങ്കർമാർക്കും അഭിലാഷേട്ടനെ പോലുള്ള റൈറ്റേഴ്സ് അവസരം തരുന്നതായിരിക്കും. ചെയ്യാനുള്ള ധൈര്യവും അതിനുള്ള ഒരു 10% എഫോർട്ട് ഇടാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ സിനിമയിലേക്ക് പോരെ. ബാക്കി ഞാൻ ചെയ്യിച്ചോളാം. ഞാൻ എപ്പോ വരണം? ഉറപ്പായിട്ടും. അപ്പൊ ഏതായാലും സിനിമ സുമതി വളവ് August 1 ഫ്രൈഡേ റിലീസ് ആവാണ്. സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ സിനിമ കാണാനായിട്ട് ഞാനുണ്ടാവും. താങ്ക് യു. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.